പഞ്ച് ബ്രേക്കില് ഇന്ന് നമ്മൾ ഓമന ചേച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലൗഡ് ബീഫാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ 1 കിലോ ബീഫ് ഒന്ന് സ്ലൈസ് ചെയ്ത്, കാരണം ഒന്ന് നീളത്തിൽ തന്നെ വലുതായിട്ട് സ്ലൈസ് ചെയ്ത്, ഈ വലുപ്പത്തിൽ കണ്ടോ, സ്ലൈസ് ചെയ്ത് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം 30 മിനിറ്റ് നന്നായിട്ട് തീ കുറച്ചിട്ട് വേവിച്ചതാണ്. അപ്പൊ നന്നായിട്ട് വെന്തു. കണ്ടോ, എന്റെ കൈ പോകുന്നത് കണ്ടോ, നല്ല മയമായി. ഇനി ഇതിനെ നമ്മൾ കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിന് ബാക്കി വേണ്ടിയ സാധനങ്ങൾ, ഒരു 3 സവോള നമ്മൾ ഈ ഷേപ്പിൽ അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, 4 പച്ചമുളക്, ചുമന്ന ക്യാപ്സിക്കം, ഇഷ്ടമുള്ള കളർ എടുക്കാമേ, ചുമന്ന ക്യാപ്സിക്കം അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ വേണം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കും, കണ്ടല്ലോ, നല്ലപോലെ വെളുത്തുള്ളി ഇഞ്ചി. ഇനി നമുക്ക് റെഡ് ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഉപ്പ്, മുളക് പൊടി, കുരുമുളക്. അപ്പം നമുക്ക് ഇതിന്റെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിന്ന് ഈ ലൗഡ് ബീഫിന് എങ്ങനെ അരിയുന്നതെന്ന് നോക്കാം കേട്ടോ. അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് അരിയിച്ച, നമ്മളെ ഈ പുഴുങ്ങി വെച്ച കണ്ടോ, നീളത്തില് കണ്ടോ, ഇങ്ങനെ നീളത്തി സ്ട്രിപ്സ് ആയിട്ട് അരിഞ്ഞെടുക്കും. അപ്പം ലൗഡ് ബീഫ് ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ എണ്ണ മതിയേ. അത് വെളിച്ചെണ്ണ വേണ്ട, റൈസ് ബ്രാൻഡ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാവുമ്പോഴത്തേന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഇതിന്റെ പച്ചമണം ഒന്ന് പോട്ടെ. ഇനി അതിലേക്ക് പച്ചമണം പോയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കും. ഒന്ന് ചെറുതായിട്ട് മൂത്താൽ മതി. ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും. 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഉപ്പ്. കണ്ടോ വഴന്ന ഇത് കണ്ടോ, ഒരു ജസ്റ്റ് ഒരു ഗ്ലാസ് പോലെ. ഇനി അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ടു. ക്യാരറ്റ് ഒരു ഇച്ചിരി വേവണേ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് വഴറ്റി. പച്ചമുളക്, മുളക് പൊടി ഞാൻ കുറച്ചേ ഇടുന്നുള്ളേ, കാരണം പച്ചമുളക് ഇടുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണേ ഇടുന്നുള്ളേ. സോയാ സോസ് ഞാൻ ഈ ടേബിൾ സ്പൂണിന് ഒരു 2 ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ചില്ലി സോസ്, ഇതൊരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് അതും ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളേ, കാരണം കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന ബീഫ് അതിലേക്ക് തട്ടിക്കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പൊ കണ്ട കളറൊക്കെ നല്ല ഇതായിട്ടുണ്ട്, കണ്ടോ, എല്ലാ സോസുകളും പെരണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി തീ കുറച്ച് ഒന്ന് അടച്ചു വെച്ച് 3-4 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. അപ്പൊ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഓമന ചേച്ചിയുടെ ലൗഡ് ബീഫ് റെഡി.